നിങ്ങൾക്ക് കല്യാണ വീട്ടിലൊക്കെ പോയാലേ കൈ തുറക്കാൻ വെക്കുന്ന പേപ്പർ വെക്കുന്ന സ്വഭാവം ഉണ്ടോ? എനിക്കുണ്ട്. അങ്ങനെ പൊക്കിയ രണ്ടെണ്ണമാണ് ഈ കാണുന്നത്. ഈ രണ്ട് കളർ കോമ്പോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ലാവണ്ടർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയൊരു ഇറുക്കൾ എടുക്കുക. എന്നിട്ട് ആ ഗ്രീൻ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചുറ്റി കൊടുക്കുക. അപ്പം പൂവിന്റെ തണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് 2 ഇല കൂടി വേണം. അതിനായിട്ട് ഇത്രയും വലുപ്പത്തിലൊരു പേപ്പർ എടുക്കുക. അത് ഇതുപോലെ മടക്കുക. എന്നിട്ട് കത്രിക എടുത്തിട്ട് ഇതുപോലെ ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിതിൽ വെട്ടിയെടുക്കുന്ന പേപ്പർ അതിപ്പം ഇല ഉണ്ടാക്കാനാണെങ്കിലും പൂ ഉണ്ടാക്കാനാണെങ്കിലും അത് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും നോക്കിയിട്ടല്ല, രൂപത്തിന് അങ്ങ് വെട്ടിയെടുക്കണതാണ്. അപ്പോൾ ലാവണ്ടർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ട അളവിലൊരു പേപ്പർ എടുക്കുക. ഇതുപോലെ മടക്കിയിട്ട് കത്രിക വെച്ചിട്ട് ഇതുപോലെ വെട്ടി കൊടുക്കുക. മുഴുവനായിട്ട് വെട്ടരുത്. ആ പേപ്പറിന്റെ പകുതിയോ മുക്കാലോ ഒക്കെ ആയിട്ട് വെട്ടുക. എന്നിട്ട് ഇതുപോലെ ടൂത്ത് പിക്കോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചുറ്റി കൊടുക്കുക. ഈ ഭാഗം കുറച്ച് പ്രധാനപ്പെട്ടതും കുറച്ച് ടൈം എടുക്കുന്നതും നമ്മളെ ക്ഷമയെ പരീക്ഷിക്കുന്നതുമാണ്. വലിയ പെർഫെക്ഷൻ ഒന്നും നോക്കി നിൽക്കണ്ട, അതില്ലാത്തതാണ് അതിന്റെ ബ്യൂട്ടി. അപ്പം ഫ്ലവറിന്റെ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ അറ്റത്ത് ഇതുപോലെ പശ തേച്ചിട്ട് ആ സ്റ്റിക്കിന്റെ ഇതിലൂടെ ചുറ്റി കൊടുക്കുക. ആദ്യം ആ ചെറിയ പേപ്പറിൽ ഉണ്ടാക്കിയ ഫ്ലവറിന്റെ പോർഷനാണ് ചുറ്റി കൊടുക്കുന്നത്. രണ്ടാമതായിട്ടാണ് നമ്മൾ കുറച്ചും കൂടിയൊക്കെ വലിയ രീതിക്കുള്ളത് ചുറ്റി കൊടുക്കുന്നത്. വേണമെങ്കിൽ ആദ്യത്തെ ഭാഗത്തിൽ മാത്രം പശ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ ചുറ്റലിലും ഇതുപോലെ പശ തേച്ച് ഇങ്ങനെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബലത്തിൽ അവിടെ നിന്നോളും. ഞാൻ ഫസ്റ്റത്തെ പോർഷനിൽ മാത്രമേ പശ തേച്ച് കൊടുക്കുന്നുള്ളൂ. ഫ്ലവർ ഇതുപോലെ ചുറ്റി കഴിഞ്ഞാൽ അടിയിൽ ലീഫ് 2 ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചെടുക്കുക. നേരിട്ട് കാണുന്നത്ര ഭംഗി ഇത് വീഡിയോയിൽ കാണുന്നില്ല. പിന്നെ ചില ഭംഗികൾ അങ്ങനെയാണല്ലോ, കണ്ണുകൊണ്ട് കാണുന്ന ചിലപ്പം ക്യാമറയിൽ പകർത്താൻ കഴിയണമെന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.